KSRTC ബസ് തടഞ്ഞു നിർത്തി മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട മന്ത്രി ബസിന്റെ പിന്നാലെ എത്തി തടഞ്ഞു നിർത്തുകയായിരുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിന് മന്ത്രി ജീവനക്കാരെ ശകാരിച്ചു. അതിന് ഞാനെന്ത് കുറ്റം ചെയ്തെന്നാ? വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുകൂടെ? അതാ നിന്റെ വിഷമം അല്ല, പിന്നെ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് പിടിച്ചത്. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉറപ്പായിട്ടുണ്ട് ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. I won't allow anybody to violate the rules. Come on, മറ്റു ചാർജുകൾ എഴുതരാം. Come on. ഇത് കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതാണ്. ഇനി ഇത് ആവർത്തിക്കും, നടപടി വരുമ്പോൾ പഠിച്ചു. നിങ്ങളല്ലെങ്കിൽ ഇന്നലെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റി എന്ന് പറഞ്ഞാ എങ്ങനെയാണ്? സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം. ജോയിക്ക് ഞാനിങ്ങനെ ഒരു അവസരം തന്നത് ജോയിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ വിളിച്ചു പറയാനല്ല, നമുക്ക് വേണ്ട കാര്യം പറയാൻ. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 താങ്കൾ പഠിച്ചിട്ടുണ്ടോ? ഒരു മന്ത്രിക്ക് ഒരു വണ്ടി നിർത്താൻ അധികാരം ഇല്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കും. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, അയാളുടെ തെറ്റല്ല. ഇന്നലെ ഇട്ട കുപ്പി കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? രാവിലെ വണ്ടി എടുക്കുന്നു, ചുമ്മാ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു പോയി. ചുമ്മാണ് കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. മന്ത്രി പെട്ടെന്ന് മിന്നൽ പരിശോധന നടത്തുന്നു. അതൊരുമാതിരി പട്ടി ഷോ ആയി പോയി. കുത്തും ആലോചിക്കണം, കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടകൊണ്ടൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഈ 100-500 കിലോമീറ്റർ ഒരു ദിവസം ഇരുന്ന് ഓടിക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നതെന്ന് ഓർക്കണം. അത് പിന്നെ അത് ഇതൊന്നുമല്ല, ശുദ്ധ ബോധം തന്നെ. തെരഞ്ഞെടുപ്പിന് ജയിക്കാനും സീറ്റ് കിട്ടാനും ഒക്കെ വേറെ വഴികളുണ്ട്. ഈ എന്തിനാ പേടിക്കണേ? എന്തു കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളി, നമ്മളെല്ലാം എന്റെ കൂടെ ഉണ്ട്. ഈ കാറിൽ പോകുന്ന ഒരുത്തന് ഈ 100 ഡിഗ്രി തിളച്ചു മറിയുന്ന ഈ റേഡിയേറ്റർ എഞ്ചിന്റെ ചൂടിന് സൈഡിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുത്തന്റെ നെഞ്ചിലെ വിഷമം മനസ്സിലായില്ല. ഒരു ഒറ്റ ഇടിയ വെച്ചുണ്ടല്ലോ, എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്. എന്നിട്ട് വെള്ളം കുടിക്കാൻ 2 കുപ്പി വെള്ളം എടുത്തു വെച്ചതിന്റെ പേരിൽ മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പാർട്ടി ഷോ കാണിക്കാന്നല്ലേ ആൾക്കാർ പറയുന്നേ. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്കെന്താ പറഞ്ഞുകൂടാത്തത്? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല, ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നീ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സൂക്ഷിച്ചു വേണം. പാർട്ടിക്കോ പാർട്ടിയുടെ നിലനിൽപ്പിനോ എന്തെങ്കിലും തരത്തിൽ ദോഷമാവുമെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല. ശരി, അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാം. നമുക്ക്